യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. പ്രലോഭകൻ മനുഷ്യപുത്രനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാകാൻ പറയുക. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഈ വചനത്തിന്റെ പൊരുളെന്താ? യേശു ദൈവപുത്രനായതുകൊണ്ട് ഞൊടിയിട കൊണ്ട് കല്ലിനെ അപ്പമാക്കി മാറ്റി വിസ്മയം സൃഷ്ടിക്കാൻ സാധിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല. അപ്പം ഒരു ഭൗതികതയാണ്. ഉണ്ടും ഉറങ്ങിയും തിന്നും കുടിച്ചും ഒരുവൻ ജീവിച്ചു പോകുന്നതല്ല ജീവിതം. അതിനകത്ത് ചില ആഴപ്പെട്ട മുറിവുകളുണ്ട്, സഹനങ്ങളുണ്ട്. അപ്പം കൊണ്ട് മാത്രമല്ല, വചനം കൊണ്ട്. കുറച്ച് ആഴപ്പെട്ട മുറിവും സഹനവും ഭാരവും ഏറ്റെടുത്താലേ ഒരുവൻ ദൈവോത്തര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയുള്ളൂ. ദൈവാനുഭവം മാജിക്കലല്ല. ദൈവാനുഭവം ഒരിക്കലും മാജിക്കല്ല. ചുമ്മാതെ കല്ല് അപ്പമാകുന്ന പോലെ മാജിക്കലായിട്ടല്ല. പിന്നെയോ അകത്തുനിന്ന് വരുന്ന സഹനങ്ങളെ ഊതിക്കാച്ചിയെടുക്കുമ്പം നമ്മൾ അറിയാതെ ദൈവപുത്രനായി വരും. നമുക്ക് പെട്ടെന്ന് തോന്നാം, പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്നൊരു നൊവേനയല്ലി ഞൊടിയുടെ കൊണ്ട് ഒരു അത്ഭുതം കിട്ടാൻ. എന്നാൽ കർത്താവ് പറയുന്ന ഓരോ വചനങ്ങളിലൂടെ കടന്നുപോയി പാമ്പിഴിയുന്നത് പോലെ ഓരോ വചനം കൊണ്ടും ജീവിച്ചു വരുമ്പം ഒരു അത്ഭുതം കാണും. ക്രിസ്തുവിന്റെ മഹത്വം നിങ്ങളെ തേടി വരട്ടെ.